ആ സനണ, ഈ എങ്ങനെയുണ്ട് അവിടെ അരവിന്ദ് ഹോസ്പിറ്റലിൽ പോയിട്ട്? ആ അല്ല, നമ്മൾ PRO രാംനാഥ് സാറിനോട് സംസാരിച്ചോണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്തില്ല പുള്ളി. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. അണ്ണാ ഇനി പോയിട്ട് ഒന്നുകൂടെ വരുമോ അതോ? 3 പ്രാവശ്യം കൊണ്ട് എന്തോ ലേസർ അങ്ങനെ ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? അപ്പൊ അണ്ണ ഇനി എന്നാ വരുന്നത്? ശരി ശരി, ഞാൻ കൂടെ വരാം. ചുമ്മാ ഒരു മധുര ട്രിപ്പ് പോയിട്ട് വരാമല്ലോ. ശരി അണ്ണ, ചെന്ന പിന്നെ അണ്ണ. ശരി. എന്താ അച്ഛൻ കഴിച്ചില്ലേ? ഞാൻ കഴിച്ചിട്ടിരിക്കുക. ഒരു മസ്കറ്റ് നമ്മുടെ ഒരു ചേട്ടനുണ്ട്, സെന്നെന്ന് പറയും. പുള്ള കണ്ണിൻ്റെ ഒരു ലേസറിന്റെ ശസ്ത്രക്രിയ. ഞാനൊരു സങ്കടം പറയാൻ വന്നേ. കണ്ണിനുള്ള കുഴപ്പമുണ്ടാ? എനിക്ക് നമുക്ക് പോവാം. അരവിന്ദ് ഹോസ്പിറ്റലിലെ PR ഞാൻ പറഞ്ഞില്ലേ, രാമനാഥ് സാർ നമ്മുടെ പരിചയക്കാരനാണ്. അതല്ല, കണ്ണിനൊന്നുമല്ല, എന്റെ ചോരയുടെ ഒരു സങ്കടം. മുറിഞ്ഞ അല്ല, എന്റെ ചോരയെന്ന് പറഞ്ഞാൽ ക്ലീറ്റമ്മച്ചമ്പയുടെ സങ്കടമേ. മറ്റേ പൈസ വേറെ ആരോ ഒരുത്തം വന്നിട്ട് അവരും കളിച്ച് പൈസ പോയി നാണക്കടായില്ലേ. ആകെ വിഷമത്തില. ഇപ്പൊ തന്നെ കൊടങ്ങാളപ്പള്ളിയിലും വലിയ പള്ളിയിലും എല്ലാം എന്നെ കൊണ്ട് മെഴുകുതിരി ഒക്കെ നിർപ്പിച്ചു. തകർന്നിരിക്കുന്ന കണ്ടപ്പോ ഒരു വല്ലാതെ. രാഷ്ട്രീയ ഭാവി ഇതിപ്പോ എല്ലാരും പറഞ്ഞാൽ ബാധിക്കത്തില്ലേ? എന്ത് ബാധിക്കാൻ? എന്ത് രാഷ്ട്രീയ ഭാവി? എന്നാലും ആദ്യം ഉടായിപ്പടം നിർത്താൻ പറ. അച്ചമ്പി അങ്ങനെ ചെയ്തിട്ടില്ലെന്ന്. മച്ചമ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ മച്ചമ്പി ആദ്യമേ കയറി ഏക്കുമല്ലോ. അപ്പൊ അവരോട് ഇവിടെ വന്നപ്പോ ബോധ്യപ്പെട്ടതാണല്ലോ മച്ചമ്പി അല്ലാന്നുള്ള ആര്. അപ്പൊ അതാരാന്ന് കണ്ടുപിടിക്കണ്ടേ? അവൻ കണ്ടുപിടിക്കാന്നല്ലേ പറഞ്ഞു. അവന് ഒരുപാട് സ്വാധീനമുള്ള പാർട്ടിക്കാരുണ്ട്, അവന്റെ പാർട്ടി പ്രവർത്തകരുണ്ട്, അണികളുണ്ട്, അപ്പുക്കുട്ട സാറുണ്ട്. ആ വഴി നോക്കി കുറെ പേരെ മേൽക്കട കീഴ്ക്കടത്തിൽ എല്ലായിടത്തോട്ടും മെസ്സേജ് പോയിട്ടുണ്ട്. പക്ഷെ ലീഗലി പോലീസ് അന്വേഷണം. അതിന് പരാതി തരണം. അദ്ദേഹത്തോട് എനിക്കൊരു പരാതി തരാൻ പറയൂ. എനിക്കല്ല, സ്റ്റേഷൻ ഒരു പരാതി കൊടുക്കാൻ പറയൂ. അദ്ദേഹം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ അളിയനാണല്ലോ. അദ്ദേഹത്തിന്റെ മച്ചമ്പയൊക്കെ വീട്ടില് സ്റ്റേഷനിൽ നടക്കൂലല്ലോ. നിനക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ശരി, എന്നെ അങ്ങനെ തന്നെയാണ്. സ്വമേധയാ കേസെടുക്കുന്ന ചില കേസെടുക്ക ഞാനൊരു സാധാരണ കോൺസ്റ്റബിൾ അല്ലേ, എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറയാനൊക്കെ ഒരു മര്യാദ വേണ്ടേ? അല്ല, മച്ചമ്പയ്ക്ക് കാക്കിക്ക് അകത്ത് നിന്നുകൊണ്ടും പുറത്ത് നിന്നുകൊണ്ടും നന്നടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് മൊത്തത്തിൽ ബാധിക്കും. അത് മച്ചമ്പിയെ കൂടെ ബാധിക്കാം. ഞാൻ അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കുറേ പേരുടെ പുള്ളിക്ക് സംശയമുണ്ട്. അവരുടെ എല്ലാം ഡീറ്റെയിലുകളും ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വേറെ ആളെ സംശയമുണ്ട്. അതിനെ പറയണം നീ. അങ്ങനെ ആളിനെ പറയണം നീ. അപ്പൊ തീർന്നല്ലോ പ്രശ്നം. അപ്പൊ അവരോട് ചോദിക്കാമല്ലോ കാര്യങ്ങൾ. അത് പറയാനായിട്ട് വന്നേ. എന്റെ അടുത്ത് വേണ്ട കാര്യടാ. മച്ചമ്പി അറിഞ്ഞിരിക്കണം. നീ പറയാറെന്ന് പറഞ്ഞാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. മച്ചമ്പിയെ കലാമച്ചമ്പിയെ തന്നെ. അല്ല, നിങ്ങളെപ്പോഴും വിരോധമാണല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലെങ്ങാനും പുള്ളിക്കൊരു കറയേൽപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. അല്ല അല്ല ഇത് കറി വിളമ്പാൻ മാത്രമല്ല, തലമണ്ട അടിക്കാൻ പൊട്ടിക്കാൻ. ആ സംശയം അവിടെ തീർന്നു. ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യോ? ഇല്ല, ചെയ്യത്തില്ല. ഞാനില്ല, സംശയം പറഞ്ഞ തീർന്നു. എനിക്കൊരാളെ സംശയമുണ്ട്. നിന്നെ അതിന് മാത്രമുള്ള കഴിവരിക്കില്ല. മറ്റേ ഞാൻ രക്ഷപ്പെട്ടേ. അയ്യോ എന്നാലും പിന്നെ അത് ആര് തങ്കം? അതാന്ന് ക്ലീറ്റോ ചേട്ടന്റെ പേരും പറഞ്ഞൊക്കെ പൈസ തട്ടിക്കുന്നു. ഒരു പിടിപാടും കിട്ടണില്ല. വേറൊരു കാര്യമുണ്ട്, അവനെ കിട്ടിയ ആ കാര്യത്തിലൊരു തീരുമാനവും. അത് വേണമല്ലോ അല്ലേ? ക്ലീറ്റോ ചേട്ടൻ മാത്രല്ല, എല്ലാരും ഇളകിയിരിക്കുക. ഇതെന്താന്ന് പറഞ്ഞാലേ, ക്ലീറ്റോയ്ക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് പേര്, ക്ലീറ്റോ കുറച്ച് പൊതുജനത്തിലൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ ക്ലീറ്റോ എന്തെങ്കിലും സാധിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ആൾക്കാരത് സമ്മതിക്കും. പൈസ ആണെങ്കിലും ഒക്കെ കൊടുക്കും. അതാണ്. പക്ഷെ എന്നാലും ക്ലീറ്റോന് അറിയാത്ത ആരാടിയുള്ളത്? ക്ലീറ്റോ ആണെന്നല്ലേ? അല്ല, ഇത് ബംഗാളി ആയോണ്ട് അവർക്ക് അറിയാൻ പറ്റൂലല്ലോ. അവർക്കൊക്കെ വേണ്ടിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ക്ലീറ്റോ. ഇത് പക്ഷെ എങ്കിൽ പുതിയ വല്ല ആളും ആയിരിക്കും അല്ലേ? ആയിരിക്കും. വന്നിട്ട് അധികമായിട്ടുണ്ടാവത്തില്ല. പേര് കുറെ കേട്ടിട്ടുണ്ടാവുകയെ, അങ്ങനെയായിരിക്കും കൊടുത്തേക്കുന്നത്. അതറിയാവുന്നോണ്ടാണല്ലോ ഇങ്ങനെ കൊടുത്തത്. എന്നാലും കുറച്ച് കടുപ്പായി പോയില്ലേ? അയ്യോ, പിന്നെ ഞെട്ടിപ്പോയി. പിന്നില്ലേ,
പാവം പിടിച്ച് അവനെയും സംശയിച്ചു. റൊണാൾഡോ അച്ചാച്ചനാന്ന് വിചാരിച്ചു. ആദ്യം റൊണാൾഡോന്ന് വിചാരിച്ചു. ഇവിടെ ക്ലീറ്റോ ചേട്ടൻ അല്ലെങ്കിൽ പിന്നെ റൊണാൾഡോ അച്ചാച്ചൻ, ഇവർ രണ്ടുപേരും അല്ലേ ഉള്ളു. അപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും അല്ലെന്ന് പറഞ്ഞപ്പോ ഞങ്ങളും അങ്ങ് ഞെട്ടിപ്പോയി. ഇത് പിന്നെ ആരാന്ന് വിചാരിച്ചു. പക്ഷെ പിടിക്കും. പിന്നെ അല്ലാതെ പോലീസ് പരാതി കൊടുക്കണുണ്ടോ? അതെ, അല്ലാതെ പിടിക്കാന്ന്. പോലീസ് ഇപ്പൊ അവൻ കനകന് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ സ്റ്റേഷനല്ലേ, അതവനങ്ങ് ചെയ്തോളും. പക്ഷെ ഇതെന്താന്ന് വെച്ചാല് പിടിച്ചിട്ടുണ്ടെങ്കില് വിധിയായിരിക്കും. അതെ, അല്ല അത് വേണമല്ലോ അല്ലേ? അല്ല ഇങ്ങനെ ഒരു ചതി ഇനി വേറെ എവിടെയെങ്കിലും പോയി ചെയ്യാൻ പാടില്ലേ? ക്ലീറ്റോനൊക്കെ തൊടണേന്നുള്ളത് അവൻ അറിഞ്ഞൂടാ ആരാണെങ്കിൽ. ക്ലീറ്റോ ചേട്ടനെ പറ്റി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് പോകുന്നവനായിരിക്കും? എത്ര പേര് കള്ളത്തരം ചെയ്യുന്നുണ്ടാവും. ഇതോടുകൂടി കള്ളത്തിന് പൊളിയും ചെയ്യും. പൊളിയും. അവന്റെ കാര്യത്തിൽ ഇനി തീരുമാനം ആരുടെയും ചെയ്യൂല. ചെയ്യരുത്. ആ അതന്നെ. എന്റെ ആളിയെ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളിയെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? പിന്നെ ആരത് ചെയ്തെന്ന് പറ. അതാണ് എനിക്കറിയേണ്ടത്. എന്റെ പേരും പറഞ്ഞ് തെമ്മാടത്തിനെ കാണിച്ച് ആരെന്ന് എനിക്കറിയണം. എന്റെ അളിയെ എനിക്ക് പൈസ മേടിക്കണോ എന്റെ പേര് പറഞ്ഞാൽ പോരെ? ഞാൻ അളിയന്റെ പേര് പറഞ്ഞ അങ്ങനെ നീ വാങ്ങിക്കോ? വലിയ പുണ്യാളനൊന്നും ഞാൻ വേണ്ട. നീ ആ കലങ്കിന്റെ പണിക്ക് കൺട്രാക്ടിനോട് എന്നെ അറിയാതെ നീ പൈസ വാങ്ങിച്ചവനാണ് സാറേ. അവിടെ അത് പറയരുത്. സത്യം പറ നടരാജ, നീ എന്റെ പേരും പറഞ്ഞ് ആരുടെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തുറന്നു പറഞ്ഞ ഇപ്പൊ ഞാൻ ക്ഷമിക്കും. പക്ഷെ പിന്നെ വേറെ ആള് പറഞ്ഞ് ഞാൻ അറിഞ്ഞ നീ ഭൂമി പോലും ഉണ്ടാവൂല. എന്താ പറഞ്ഞു? ഞാൻ സത്യം പറഞ്ഞപ്പോൾ ആരും 10 പൈസ തരത്തില്ല. പിന്നെ എങ്ങനെ ഞാൻ ചെയ്യും? മുത്തലക്ഷ്മിയത്തോടെ സത്യം മുത്തുലക്ഷ്മിയോട് സത്യം ഞാനല്ല. ഞാനാണോടാ മുത്തുലക്ഷ്മി? ബാബു പുരുഷു അവന്മാരൊക്കെ എവിടെയാണ്? എന്റെ അളി അവരാരും ഇത് ചെയ്യത്തില്ല. അങ്ങനെയൊന്നും നീ എന്നെ പഠിപ്പിക്കല്ലേ സാറേ. ഇത് പലതും ഞാൻ കണ്ട് കൂടെ നിന്നിട്ട് കഴുത്തും ചെവിയും തിന്നണമാരാണ് എല്ലാം. എന്നെ അതുകൊണ്ട് അതൊന്നും പഠിപ്പിക്കണ്ട. അതുകൊണ്ട് അന്വേഷിച്ചോളാം. നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും ഒരു കണ്ണു വെച്ചോളാം. പറഞ്ഞേട്ടാ. എന്റെ പൊന്നളിയെ നമ്മുടെ കൂട്ടത്തിൽ ആരും ഇത് ചെയ്യത്തില്ല. പിന്നെ ആരാ ഇത്? അളിയ ഇത് നമ്മൾ അളിയന്റെ വീടും നമ്മളെ പറ്റി നല്ലോണം അറിയാവുന്ന ആരോ നമുക്കിട്ട് പണിയാൻ. അതാണ് ഞാൻ എന്റെ കൂടെ ഉള്ളമാര് സംശയിച്ചത്. നിങ്ങളെയൊക്കെ അളിയ ഞങ്ങളെ മാത്രം സംശയിച്ചാൽ മതിയോ? അളിയ നമ്മുടെ ഓപ്പോസിറ്റ് കക്ഷിയെ സംശയിക്കാത്ത എന്ത്? എന്റെ ബലമായ സംശയം RDPയിലുള്ള പൂരാടമായിരിക്കും. കാരണം ഇപ്പൊ ഇലക്ഷൻ അടുത്ത് വരുവാണ്. നമ്മുടെ പ്രതിച്ഛായ തകർത്താലേ അവന്മാർക്ക് കുറച്ച് വോട്ട് പിടിക്കാം. അതിനുള്ള പരിപാടിയാണിത് അല്ലേ? ഒരാട അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാടത്തിന്റെ അവസാനമാണ്. എന്റെ പേരും പറഞ്ഞ് കണ്ട ബംഗാളികളിൽ നിന്ന് പൈസ മേടിക്കാതെ 5000 രൂപ. എന്ത് നാണം കെട്ട പരിപാടിയാണ്. ഞാൻ ഇമാതിരി ചീപ്പ് പരിപാടി നിർത്തി വെച്ചൊക്കെയാണ്. അപ്പൊ അളിയൻ കൈക്കൂലി വാങ്ങിപ്പ് നിർത്തിയ? ഞാൻ ഇനി 25,000 കുറച്ച് വാങ്ങിക്കൂലെന്ന് തീരുമാനം എടുത്തിട്ടിരിക്കണം. അപ്പോഴാണ് 5000 വാങ്ങിച്ച് എന്നെ കൊച്ചാക്കാനായിട്ട്. ഓ അങ്ങനെ. നമുക്ക് ഇതേ ഒരു പണി തിരിച്ചു കൊടുത്താലോ? എന്ത് പണി? നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് പൂരാടത്തേക്ക് ഏതൊക്കെ ബംഗാളി കൊണ്ട് ഒരു 10,000 രൂപ വാങ്ങിച്ചാലോ? ഒന്നും മിണ്ടായിരിക്കൂടെ? പിന്നെ ഞാൻ ഇനി എത്ര നാൾ സഹിക്കണമെന്ന് നടരാജ. നീ ഇതൊന്നും ചെയ്യണ്ട. നീ ഇത് ആരാ ചെയ്തെന്നൊന്ന് കണ്ടുപിടിച്ച് തന്നാൽ മതി. അത് പറ്റുമോ? പിന്നെ അത് പറ്റും. ഞാൻ ഒരു കാര്യം പറയാം. സംശയമുള്ള ആരെ കണ്ടാലും വിടരുത്. എന്നെ അപ്പൊ വിളിച്ചറിയിക്കണം. പറഞ്ഞ മനസ്സിലായ? ഞാൻ ആരെയും വിടില്ല. എന്തായാലും നാളെ അസ്തമിക്കണതിനുള്ളിൽ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. കണ്ടുപിടിക്കണോളെ, അത് ഞങ്ങളുടെ കൂടെ ആവശ്യമോ? എന്റെ ആവശ്യം എന്റെ, നിങ്ങൾക്കൊന്നും ആവശ്യമല്ല, എന്റെ ആവശ്യം. എന്താടാ? എന്ത് പറയാമ്മ, എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്നെ ഇന്നേ വരെ ആരും ഇങ്ങനെ പറ്റിച്ചിട്ടില്ല കേട്ടാ. എൻ്റെ പേരും പറഞ്ഞ് പൈസ വാങ്ങിക്കുക എന്തൊരു മോശമാണമ്മ. നിനക്ക് വിഷമം, കുട്ടു സാറൊക്കെ അറിഞ്ഞ എൻ്റെ രാഷ്ട്രീയ ഭാവി എന്താവും? നിനക്ക് വിഷമമായല്ലേ? വിഷമാവൂലേ അമ്മ? എങ്ങനെ വിഷമിക്കാതിരിക്കും? ഇനി എന്താ ചെയ്യാനാ? പിടിക്കും അമ്മ. അവനെ പിടിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പൊക്കിയിട്ട് അവനെ ഉണ്ടല്ലോ. ആ പിടിക്കണോടാ, അയാളെ പൊക്കണം. പൊക്ക് തന്നെ വേണം. അത്ര കൊള്ളത്തില്ല. എൻ്റെ കൈ കിട്ടട്ടെ അവനെ. എന്നിട്ട് അവന് വെച്ചിട്ടുണ്ട് ഞാൻ. അല്ലെങ്കിൽ വേണ്ടടാ, ഇനിയിപ്പോ ഇതിന്റെ പിറകെ പോവുകയൊന്നും വേണ്ട. നീ നിന്റെ കാര്യം നോക്ക്. നീ നിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. നീ ഒന്ന് നല്ലപോലെ ആലോചിച്ച് നോക്ക്. നീ എത്രയോ പേരെ പറ്റിച്ചിരിക്കുന്നു. എൻ്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്ക്. തൈലം വാങ്ങിക്കാനും കുഴമ്പ് വാങ്ങിക്കാനും അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും കടമായിട്ടും ഇടമായിട്ടും എത്രമാത്രം പൈസ നീ എൻ്റെ നിന്ന് വാങ്ങിച്ച് എല്ലാം തന്നിട്ടുണ്ടോ? പൊട്ട് സാരമില്ല. ഇതാണ് മനോവിഷമം. നീ ഇപ്പം എന്തുമാത്രം വിഷമിക്കുന്നോ അതിൻ്റെ ഇരട്ടി ഞങ്ങളെല്ലാവരും വിഷമിച്ചിട്ടില്ലേടാ. സാരമില്ല കേട്ടാ. ഇനിയിപ്പം എടാ, നീ കേട്ടിട്ടില്ലേ
പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും. ദൈവം നിനക്ക് തന്ന ഒരു പാഠമാണിത്, മനസ്സിലായില്ലേ? ഓ അത് ശരി. അപ്പൊ അങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിട്ട് വിളിച്ചാണ് എന്നെ അല്ലേ? എന്നെ ആക്കാൻ വേണ്ടിട്ട് വിളിച്ചാണല്ലേ? എടാ കാര്യം നിങ്ങളിത് പറയും, നിങ്ങളിതല്ല ഇതിന്റെ അപ്പുറവും പറയും. കാരണം അവന്റെ തള്ളയല്ലേ നിങ്ങള്. അത് ശരി. ഉടനെ അങ്ങോട്ട് ഓ പിന്നെ ഞാൻ വിചാരിച്ചു എന്നെ ഒരുത്തം വിഷമിച്ചിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ തന്നെ പറയണം കേട്ടാ. എടാ. നിങ്ങളെ ഞാൻ പറ്റിച്ചിട്ടുണ്ടോ? എവിടെ പറ്റിച്ചു നിങ്ങളെ? ഉമ്മ അതൊന്നും പറയരുത്. അയ്യോ എന്റെ പൊന്ന്. ആ നിറയെ കിട്ടിയാ വിടരുത്. അവിടെ പിടിച്ചു നിർത്തിക്കോ. ഞാൻ എന്താ പറഞ്ഞു? നിറയെ പിടിച്ചു വെച്ചോ. ആരെങ്കിലും ഒരു സഹായത്തിന് വിളിച്ചു. നിങ്ങൾ എന്താ പറഞ്ഞേ? ദൈവം എന്നെ ചതിച്ചല്ലേ? ദൈവം എന്റെ കൂടെയാണ്. എന്നെ പറ്റിച്ചവനെ പിടിച്ചിട്ടുണ്ട്, അവനെ വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ വന്നിട്ട് തരണുണ്ട് തള്ളേ നിങ്ങൾക്ക്. ചേട്ടാ ബൂസ്റ്റ് വരും. കാരോട കൊള്ളാം, കാരോട. നമ്മുടെ ആ ജംഗ്ഷനിൽ കാരോട കിട്ടും. ഇനി ഇത് കഴിച്ചാ ഇനിയും വാങ്ങിച്ചു തരും. എന്തിനു മേടിച്ചു തരണത്? സ്നേഹമുണ്ട്, വിശ്വാസിയാ. ഇതാണ് പിന്നെ അവരൻ. ഞാൻ ചായ കുടിക്കാൻ വന്നപ്പം എന്റെ പേര് ക്ലീറ്റസ് ആണ്. കാശ് കടഞ്ഞു നോക്കി നിൽക്കട്ടെ. അപ്പം ഞാൻ 3 പരിപ്പ് കൂടി 2 വാങ്ങിച്ചു ചായ വാങ്ങിച്ചു കൊടുത്ത് നിർത്തിക്കാണ്. ഇവൻ തന്നെ ആള്. കൊള്ളാം, ചായ കൊള്ളാം. മധുരം കുറവ്. ഇപ്പൊ മധുരം തരും. ഇപ്പം ക്ലീറ്റസേ, എന്തോ നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയാ. എന്റെ പേരും പറഞ്ഞ് കണ്ണു കണ്ട ആൾക്കാരിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നീ ഇങ്ങനെ സൂചിച്ച് നടക്കാതെ എന്താ ബ്രദറെ ഈ കാണിക്കുന്നേ? ഞാൻ പാസ്റ്ററാണ്. ഞാൻ നേറ്റിങ്ങരയെന്ന് വരുവാണ് ഇവിടെ പ്രാർത്ഥനയ്ക്ക്. എന്താ ബ്രദറെ ഈ കാണിക്കുന്നത്? സത്യം പറയണം. ഇല്ല, എന്റെ ഐഡന്റി കാർഡ് എല്ലാം വണ്ടിയിലുണ്ട്. വരൂ ബ്രദറെ, വാ ബ്രദറെ, എന്റെ ഐഡി കാർഡ് കൊണ്ട് കാണിച്ചു തരാം. എന്താണിത്? അയ്യോ എന്തോ അല്ല, പേര് ക്ലീറ്റസ് ആണ്. പൈസ കടഞ്ഞു നോക്കി ഞാൻ കേട്ടാണ്. നീ ഇനി കണ്ടുപിടിക്കണം, ഞാൻ കണ്ടുപിടിച്ചോളാം കേട്ടാ. സോറി, ക്ഷമിക്കണം. അച്ചപ്പി, ഞാൻ അവന്മാർ താമസിക്കുന്ന ഏരിയ പോയി. അവിടെ ഒന്നുമില്ല. അപ്പം അവൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ ഇന്ന് പണിക്ക് പോയൊരിടത്തോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടോട്ട് പോവാ. എവിടാന്ന് വെച്ചാൽ ഞാൻ പോയി കാണുമോനെ. ആ ശരി ശരി. അത് തന്നെ സാറേ, അത് തന്നെയാണ് ഞാനും മനസ്സിലാക്കിക്കണേ. നമ്മുടെ പ്രവർത്തനത്തിലുള്ള അസൂയ തന്നെയാണിത്. അല്ല, ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു പരിപാടിയുടെ ആവശ്യമില്ലല്ലോ. എങ്ങനെ നമ്മൾ ജനസേവനം ചെയ്യും? ഇങ്ങനെ അസൂയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇല്ല, വിടൂല സാറേ. അങ്ങനെ ഞാൻ വിടൂല. അല്ല, ഞാനൊരു ബ്ലാക്ക് ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സംശയമുള്ള കുറേ പേര്. അതിലിപ്പോൾ പ്രധാനമായിട്ടും ഒരു കൊല്ലം ജില്ലയിലുള്ള ഒരുത്തനാണ് എന്നാണ് എൻ്റെ നിഗമനം. നമ്മുടെ ഇവിടെ ഉള്ള ആരും അതിനു വേണ്ടി തയ്യാറാവില്ല സാറേ. പിന്നെ RDP പൂരാടത്തിൻ്റെ പരിപാടിയായത് എല്ലാം ഞാൻ തെളിയിച്ച് ആൾക്കാരുടെ ഇടയിൽ കൊണ്ടിട്ട് ഈ പൂരാടത്തിനൊരു പണി കൊടുക്കണുണ്ട് ഞാൻ. അപ്പോഴേക്ക് സാറിന് ഞാൻ എറണാകുളത്ത് നിന്ന് എൻ്റെ ചിലവിലൂടെ വരും. സാറൊന്ന് വരണം അത് കാണാൻ. ഞാൻ ടിക്കറ്റ് എടുത്ത് തരും. അത് സാറ് സൂക്ഷിക്കണം. ഇതൊക്കെ എല്ലാവർക്കും വരാം. ഇതിപ്പോൾ അല്ലെന്നേ, പൈസ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ? അതും ബംഗാളിയിലേന്ന് അല്ലേ? അതാണ്. എന്തായാലും നാളെ സൂര്യ അസ്തമിക്കുന്നതിന് മുമ്പേ ഞാൻ പൊക്കും സാറേ. അതെൻ്റെ വാശിയാണ്. ഞാൻ പല പദ്ധതികളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആയിക്കോട്ടെ. അപ്പം ഞാൻ സാറിനെ വിളിക്കാം. അപ്പോൾ സാറൊന്ന് വരണം ആ കാഴ്ച ഒന്ന് കാണാൻ. ശരി സാറേ. ഓക്കെ സാർ. ഓക്കെ ശരി സാറേ. ഓ സാറേ, എന്തായി സാറേ? സാറിന് ഇപ്പം എന്ത് വേണം? അല്ല, സാറിന്റെ കാര്യം എന്താ? സാറിന്റെ അവരുടെ തേടി നടന്നിട്ട് എന്തായി? കണ്ടുപിടിച്ചാ? നിങ്ങൾ മലമറിക്കുന്ന പാർട്ടിയല്ലേ, നിങ്ങൾ കണ്ടുപിടിച്ചോ? നിങ്ങൾ പോണീഷുകാർ വിചാരിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. പോലീസ് അല്ല, പോലീസ്.
കാവൽ തന്നെ പോലീസ്. ഒരു കാര്യമല്ല, നിങ്ങൾക്ക് ആരെങ്കിലും കാവൽ നിൽക്കണതാണ് നല്ലത്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പരാതി അവിടെ കിട്ടും. ഡേയ്, ഞാനൊരു പ്രമുഖനാണ്. ആര്? ഈ നാട്ടിലെ ഒരു പ്രമുഖൻ. ആര്? അതിന് എനിക്കിങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ ഒരു പരാതി തരേണ്ട കാര്യമില്ല. മാനുഷിക പരിഗണന വെച്ചിട്ട് നിങ്ങൾക്ക് കേസെടുക്കാം, പോലീസിന് അന്വേഷണം നടത്താം. ഇത് നാളെ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഉണ്ടായി കഴിഞ്ഞാലാ എന്താവും അവസ്ഥ? തിരിഞ്ഞു നോക്കൂലേ? മാനുഷിക പരിഗണനയും മാതൃകാപരമായ ജോലിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാതൃകാ പുരുഷനായിരിക്കണം. നിങ്ങൾ ലോകത്ത് മുഴുവൻ ഉടായ്പും കാണിച്ചെടുക്കുന്ന ഒരാളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി സർക്കാരിന് വെറുതെ പൈസ ചെലവാക്കാനുള്ള സമയമില്ല. ആണാ? നിങ്ങളെ പോലീസുകാരെ സേവനം ഞമ്മക്ക് വേണ്ട. തരില്ലല്ലോ. പാർട്ടിയിൽ പിള്ളേരുണ്ട്, ഞങ്ങൾ കണ്ടെത്തിക്കോളാം. എന്നിട്ട് നിന്റെ ഒന്നും സഹായം വേണ്ട. നീ വിചാരിച്ച ഇവിടെ ഒരു പുല്ലും ചെയ്യാക്കൂല. ആദ്യം ഉള്ള കേസ് നീ പിടിയടേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഈ കാണിച്ചു കൂട്ടുന്നതിന്റെ ഉടായ്പ എങ്ങനെ അറിയാം? എന്തോ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ട് നീ പറഞ്ഞു വിട്ട ആളാണത്. ആണടാ, ഞാൻ കാണിച്ചാണ്. അന്വേഷിക്കാൻ ഇതിന്റെ പിറകെ കിടക്കാൻ ഞങ്ങൾ പോലീസുകാർ തയ്യാറല്ല. നിങ്ങൾ പോലീസുകാർ അഥവാ സ്റ്റേഷൻ അങ്ങനെ ഒരു നീക്കം ഉണ്ടെങ്കിൽ പോലീസുകാർക്ക് എന്തിനു കൊള്ളാം? ഇങ്ങനെ പെറ്റി എഴുതി കൊടുത്ത് പിരിക്കാൻ, അല്ലാതെ എന്താ കൈക്കൂലി ഇതിനെ കൊള്ളാവൂ? ഇത്തരം ചിന്തകളാണ്, ഇത്തരം ബോധമാണ് നിനക്കുള്ളത്. പിന്നെ സാധാരണക്കാരന് വേണ്ടി അവരുടെ ജീവനും സ്വത്തിനും പരിരക്ഷ നൽകുന്നവരാണ് ഞങ്ങൾ പോലീസുകാർ. അത് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്തവരാണ് നീ. നിങ്ങൾ ഭയങ്കര സംരക്ഷണം തന്നെ, അതുകൊണ്ടല്ലേ എനിക്ക് ഈ സാഹചര്യം ഉണ്ടായത്. നിന്നെ കൊണ്ട് ഒന്നിനും മറ്റേ കരൺജിത്തോ അമൽജിത്തോ അവനെ തിരക്കി പോയി. അവ കോവളത്തൊരു വെയിറ്ററി ഹോട്ടലിൽ നിൽക്കുക. അവിടെ ചെന്നിട്ട് മച്ചമ്മ എനിക്ക് സംശയമുള്ളവരെ ഫോട്ടോ ഇട്ടു വന്നില്ലേ, ആ ഫോട്ടോ എല്ലാം കാണിച്ചു. അതൊന്നുമല്ല. അപ്പൊ അവർ സംശയം പറഞ്ഞു. ഈ ഏർപ്പാട് പറഞ്ഞപ്പോൾ നിന്ന ചായക്കടയിൽ ഇവന്റെ കൂടെ ജോലി ചെയ്ത തമിഴൻ ഒരു ഫോട്ടോ എടുത്തെന്ന്. പിന്നെ അവൻ നിന്ന ആടെ പോയി. അവിടെ ചെന്നിട്ട് അവന്റെ ഇന്ന് മൊബൈലിൽ നിന്ന് ഫോട്ടോ എടുത്തു. തന്നെ ആരാണ്? നോക്കട്ടെ നോക്കട്ടെ. ആരാ? എന്റെ അമ്മേ. നിങ്ങളുടെ പേരെന്താ? തമ്പി. തമ്പി എന്നല്ലല്ലോ നാട്ടിൽ നിങ്ങൾ പറയാറുള്ളത്. പിന്നെ ക്ലീറ്റസ് എന്നല്ലേ പറയാറുള്ളത്? അതെ, ഇവിടെ ഒരു ക്ലീറ്റസ് മതി. ഇവിടെ വേറൊരു ക്ലീറ്റസ് വേണ്ട കേട്ടാ. നീ ഒരുപാട് അങ്ങോട്ട് അഭിനയിക്കല്ലേ. പിടിക്കപ്പെടത്തില്ല കരുതിയോ? അല്ല, സംസാരിക്കട്ടെ. അല്ല സാറേ, ഈ പുള്ളി ഇവിടെ ബഹളം വെക്കുന്നു. എന്റെ കഞ്ഞിക്കകത്ത് മണ്ണ് വാരിടുന്ന കുഴപ്പമൊന്നുമില്ലേ? എങ്ങനെ? നീ നിന്റെ കഞ്ഞിൽ എന്ത് മണ്ണ് വാരിട്ട് നീ എന്റെ പേരും പറഞ്ഞ് ബംഗാളിയിൽ നിന്ന് പൈസ മേടിച്ചാണോ? എന്നോട് നാടകം കളിച്ചാൽ തിരിച്ചൊരു നാടകം ഞാൻ കളിക്കും. നാടകോ? എനിക്കറിയാം നാടകം കളിക്കാൻ. ഞാൻ നാടകം കളിക്കുന്ന ഒരുപാട് തട്ടില് പല വേഷങ്ങളും 2-2.5 മണിക്കൂർ നിന്ന് തകർക്കുന്നവനാണ് ഞാൻ. എന്നോട് നാടകം കളിക്കും. നീ ഒരുപാട് നീ കാര്യം നിനക്ക് നിന്നെ ഞാൻ എന്ത് ചെയ്യണം സാറ്? തമ്പാനൂർ തമ്പിയുടെ നാടകം ബുക്ക് ചെയ്യാൻ വന്ന ഒരു കലാസമിതിക്കാര് അത് എന്റെ നാടകം തമ്പിയുടെ നാടകം കൊള്ളത്തില്ല എന്നും പറഞ്ഞ് ഹരിപ്പാട് തമ്പി എന്ന് പറയുന്ന ആൾക്ക് മറിച്ചു കൊടുത്തിരിക്കുന്നു. ഈ നിൽക്കുന്ന ക്ലീറ്റസ്. ഞാൻ എൻ്റെ അഡ്വാൻസ് 10,000 രൂപ കിട്ടും. അത് പ്രതീക്ഷിച്ച് ഞാൻ നിൽക്കുക. എനിക്ക് വാടക കൊടുക്കണ്ടേ? എൻ്റെ കുടുംബം കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്തായി പുള്ളി മണ്ണ് വാരി ഇട്ടത് അറിയോ? അപ്പൊ ഞാൻ നാടകം കളിക്കണ്ടേ? എനിക്ക് നാടകം കളിച്ചാൽ കൊള്ളത്തില്ലേ സാറേ? എനിക്കിട്ട് പണി തന്ന അന്ന് ഞാൻ തീരുമാനിച്ചു വെച്ചതാ ഈ കൂട്ടൊരു പണി തിരിച്ചു കൊടുക്കണമെന്ന്. അതിനാണ് ഞാൻ ക്ലീറ്റോ 2ാമനായത്. എന്നോട് നാടകം കളിച്ചാൽ തമ്പി നാടകം കളിപ്പിക്കേ, പണി പഠിപ്പിക്കും കേട്ടോ. അതെ, ഒരു കാര്യം കൂടി. ആ ബംഗാളിക്ക് കൊടുക്കാനുള്ള 5,000 രൂപയല്ലേ, അത് ക്ലീറ്റോ 1ാമൻ അങ്ങ് കൊടുത്താൽ മതി കേട്ടോ. ചെല്ലേ, തമ്പി ആ നാടകം പഠിപ്പിച്ചാൽ തമ്പി നാടകം തിരിച്ച് പഠിപ്പിക്കും. അത്രേ ഉള്ളൂ. എന്നോടാ കളിക്കുന്നത്.